പി.ജി. അരുൺ കൂടി ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. പി.ജി. അരുൺ, ഖത്തർ തന്നെ പറയുന്നത് പോലെ ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണ്. പ്രത്യേകിച്ചും മധ്യസ്ഥ ചർച്ചകൾക്ക് ഏറെ മുന്നോട്ട് വന്നിരുന്ന രാഷ്ട്രം കൂടിയാണ് ഖത്തർ. മാത്രമല്ല, അമേരിക്കയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അമേരിക്കയാകട്ടെ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഏറ്റവും നമുക്ക് വ്യക്തമായി അറിയാവുന്നത്, കാരണം പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് കയറിയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പോൾ വ്യോമാക്രമണം, അവരുടെ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യോമാക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ദോഹയിലായിരുന്നു ഇന്ത്യൻ സമയം ഏകദേശം 6:45 കൂടിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് 35ഓളം പേർ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വരുന്നത്. അതിൽ ഹമാസിൻ്റെ മുൻനിര നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ 35 പേരിൽ കൊല്ലപ്പെട്ടവരിൽ അത് പറയുന്നത്. അതുമായിട്ടുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ഇസ്രായേൽ നടത്തിയിട്ടുമുണ്ട്. ഇതിൽ ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്നത് അത് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനാണ്. കൂടാതെ ഖലീദ് മെസഹാൽ എന്ന് പറയുന്നത് സീനിയർ ഒഫീഷ്യലാണ്, ഈ ഹമാസിൻ്റെ തന്നെ മറ്റൊരു സീനിയറായിട്ടുള്ള ഒഫീഷ്യലാണ്. കൂടാതെ സഹർ ജബാറിൻ എന്ന് പറയുന്ന ഹമാസിൻ്റെ സാമ്പത്തിക വിഭാഗം മേധാവിയാണ്. ഈ ഉൾപ്പെടെയുള്ള 7ഓളം ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം അവർ കൂടിയിരുന്ന 7 നില കെട്ടിടം ബോംബ് വിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു വന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്, അല്ലെങ്കിൽ സ്ഥിരീകരണം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതും ആയിട്ടുള്ള കൃത്യമായ ഒരു വിശദീകരണവും ഇസ്രായേലിൻ്റെ ഭരണാധികാരി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് ഈ ആക്രമണം തുടങ്ങി വെച്ചത്, നമ്മൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണ പരമ്പര അല്ലെങ്കിൽ ഈ ഒരു പ്രത്യാക്രമണം പൂർത്തീകരിക്കാനും ഞങ്ങൾക്കറിയാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള വിവരണമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും 10 ഇടങ്ങളിൽ സ്ഫോടനം ഉണ്ടായിട്ടുള്ളതാണ് റിപ്പോർട്ടുകൾ. മുൻനിര നേതാക്കൾ ഉൾപ്പെടെയുള്ള 35ഓളം പേർ മരിച്ചതായിട്ടുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ്, കാരണം ഉച്ചതിരിഞ്ഞുള്ള സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. ഹമാസ് നേതാക്കൾ ചർച്ചയ്ക്കായി ഒത്തുകൂടിയപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു പ്രതികരണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഉണ്ടായ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യാക്രമണമാണ് തങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ആക്രമണത്തെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ക്രിമിനൽ പ്രവർത്തനം എന്നാണ് ഇസ്രായേലിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ ഇപ്പോൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചിരിക്കുന്നു. കൂടാതെ എല്ലാ അന്താരാഷ്ട്ര മര്യാദയുടെ ലംഘനമാണെന്നും ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ താമസക്കാരുടെയും പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയതായി ഖത്തർ ഭരണകൂടം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയും അമേരിക്കയും ഇതിൽ ഒരു കൃത്യമായ ഒരു പ്രതികരണം നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ഇസ്രായേൽ ഇതിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്തുന്നു. വൈറ്റ് ഹൗസിനെ ഈ ഒരു പ്രത്യാക്രമണത്തെക്കുറിച്ച് ഇന്ന് രാവിലെ പ്രാദേശിക സമയം രാവിലെയോട് കൂടി തന്നെ അമേരിക്ക ഇങ്ങനെ ഒരു പ്രത്യാക്രമണം ദോഹയിൽ തങ്ങൾ വ്യോമാക്രമണം നടത്തും എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം ഇവർ കൈമാറിയിട്ടുണ്ട്. കൂടാതെ ഇസ്രായേലിൻ്റെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻ ബെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തി എന്നുള്ളതും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അമേരിക്കയുമായി കൂടിയാലോചിച്ച ശേഷമാണ് ഈ ഒരു ആക്രമണം നടത്തി എന്നുള്ളത് എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രതികരണത്തിൽ നിന്നോടും വ്യക്തമാണ്. എന്തായാലും ദോഹയിലുള്ള US എംബസി ഇപ്പോൾ തങ്ങളുടെ അമേരിക്കൻ പൗരന്മാർക്ക് ഇപ്പോൾ കൃത്യമായ ഒരു മുന്നറിയിപ്പെല്ലാം നൽകിയിട്ടുണ്ട്. സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും എന്തായാലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ആക്രമണത്തെ ഇറാഖ്, ജോർദാൻ, സൗദി അറേബ്യ, UAE പോലെയുള്ള മറ്റുള്ള രാജ്യങ്ങളെല്ലാം അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട, കാരണം അറിയാം ലോകത്തിലെ തന്നെ സമ്പന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. കാരണം അമേരിക്കയുടെ പലതരത്തിലുള്ള ഭീഷണികൾക്ക് മുന്നിലും പലപ്പോഴും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായുള്ള നിലപാടുകൾ കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങളിൽ ഉൾപ്പെടെ മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സ്വതന്ത്രമായ നിലപാടുകൾ എടുത്തിട്ടുള്ള രാജ്യമാണ് ഖത്തർ. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യമായി കണക്കുകൂട്ടുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ തലസ്ഥാനത്താണ് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയുടെ ഒരു പിന്തുണയോട് കൂടി ഒരു ആക്രമണം നടത്തിയത്. എന്തായാലും ഇതിൽ കൃത്യമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്ന രാഷ്ട്രം കൂടിയായിരുന്നു ഖത്തർ. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിലായാലും മധ്യസ്ഥ ചർച്ചകൾക്ക് ഏറെ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർക്കും ഏറെ ആശങ്കയുണ്ട്. ഇങ്ങനെ ഒരു ആക്രമണത്തിന്റെ വിവരങ്ങൾ വരുമ്പോൾ മലയാളികളടക്കം ഒരുപാട് പേരുള്ള മേഖലയാണ്. ഈ ആക്രമണം നടന്ന പ്രവിശ്യയാകട്ടെ വിനോദസഞ്ചാരികളടക്കം എത്തുന്ന
ജനവാസ മേഖലയാണ്, ഒരുപാട് ആളുകൾ എത്തുന്ന ഇടം കൂടിയാണ്. അല്പം മുമ്പ് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഈ വിമാന സർവീസ് കൂടി അടക്കം ഈ ആക്രമണം ബാധിച്ചിട്ടില്ല എന്ന നിലയിലുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്നത് കണ്ടു. അപ്പോൾ അത്തരം വിവരങ്ങളിലേക്ക് എന്തെങ്കിലും എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഖത്തറിലെ ജനങ്ങളോട്, അവിടെയുള്ള ആളുകളോട് ഖത്തർ ഇപ്പോൾ ഏത് നിലയിലുള്ള സമീപനം സ്വീകരിക്കുന്നു? അത്തരം വിശദാംശങ്ങൾ കൂടി. അസീർ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെയുള്ള വ്യോമഗതാഗതത്തെ എന്തായാലും ഇങ്ങനെ ഒരു വ്യോമാക്രമണം കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി അത് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരണം. കാരണം താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ, കാരണം ഇന്ത്യക്കാരുൾപ്പെടെ കാരണം വിനോദസഞ്ചാരത്തിന് പേരുകേട്ട ഖത്തറിലെ ഒരു പ്രധാന പ്രവിശ്യ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവധിക്കാലം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികൾക്കായി ഇന്ത്യക്കാരുൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിലേക്ക് എത്തുന്ന ധാരാളം വിനോദസഞ്ചാരികളുണ്ട്. ആ വിനോദസഞ്ചാരികൾ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഈ പ്രവിശ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ദോഹയുമായി അടുത്ത് കിടക്കുന്ന ഈ ഒരു പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇസ്രായേൽ പറയുന്നത് തങ്ങൾ ഇങ്ങനെ ഒരു ഒക്ടോബറിൽ കഴിഞ്ഞ തങ്ങളുടെ രാജ്യത്തിലെ നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണമാണെന്ന് പറയുമ്പോഴും അത് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും നമുക്കിപ്പോൾ 35 പേരോളം മരിച്ചതായുള്ള ഒരു സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി എന്തായാലും പറയാൻ പറ്റും. നേരത്തെ എന്തായാലും പറഞ്ഞതുപോലെ ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവരടുത്ത് മുന്നൊരുക്കങ്ങൾ, കൃത്യമായ ഒരു സുരക്ഷ എടുക്കണമെന്നുള്ള തരത്തിലുള്ള പ്രാഥമിക മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടുണ്ടെങ്കിലും ഇതിലൊരു കൃത്യമായ ഒരു നിലപാട് എങ്ങോട്ടെങ്കിലും മറ്റുള്ള ഇന്ത്യൻ പൗരന്മാരെ തന്നെ കൃത്യമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്ന തരത്തിലുള്ള പ്രാഥമികമായ ഒരു നടപടിക്രമങ്ങൾ മാത്രമേ ഇതിൽ ആരംഭിച്ചിട്ടുള്ളൂ എന്ന തരത്തിലുള്ള എന്തായാലും ഇതുവരെയായിട്ടുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യക്കാർക്ക് ആർക്കും ജീവഹാനിയോ അങ്ങനെ തരത്തിലുള്ള പരിക്കുകളോ മറ്റു തരത്തിലുള്ള റിപ്പോർട്ടുകളോ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല. എന്തായാലും അതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും 35ഓളം പേരാണ് മരിച്ചിട്ടുള്ളത്. നേരത്തെ നമുക്ക് പറയുന്ന പോലെ വ്യോമാതിർത്തി അടയ്ക്കുന്നതിലേക്ക് ഖത്തർ എന്തായാലും പോകേണ്ടി വരും. കാരണം അവിടെ ഈ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യോമാക്രമണമാണ് ഇസ്രായേൽ അവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള വ്യോമഗതാഗതത്തേക്കും ഖത്തറിന് പുറത്തേക്കുമുള്ള വ്യോമഗതാഗതത്തെ കാര്യമായി ബാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുള്ളൂ. എന്തായാലും 35ഓളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയുടെ ഒരു ജിയോ പൊളിറ്റിക്സ് കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഈ മിഡിൽ ഈസ്റ്റ് മേഖല ഈ ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തി അത്തരം സാഹചര്യങ്ങളെ ജാഗ്രതയോടെ വീക്ഷിക്കുകയും ഒരു വലിയ ആക്രമണത്തിലേക്ക് പോകാതെ സ്ഥിതിഗതികളെ ശാന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. ഗാസയിൽ മനുഷ്യത്വരഹിതമായ കൂട്ടക്കുരുതി തന്നെ ഇസ്രായേൽ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് ഏത് നിലയിലുമുള്ള സമാധാന ചർച്ചകൾക്ക് ഈ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ ഈ നിലയിൽ പങ്കുവഹിച്ചുകൊണ്ട് കൂടിയിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടിയാണ് ഖത്തർ പോലെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എല്ലാ വിഷയങ്ങളിലും എടുക്കുന്ന രാഷ്ട്രത്തിനെതിരെയുള്ള ആക്രമണം. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള ചർച്ചകൾക്ക് അത് വലിയ തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ആ നിലയിൽ എങ്ങനെയാണ് ഇനിയുള്ള നീക്കങ്ങളെ കാണേണ്ടത്? ഇതിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ്. കാരണം നേരത്തെ തന്നെ പറയുന്നുണ്ട് അമേരിക്ക പല രാജ്യങ്ങളിൽ ഇടപെട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരയുദ്ധം ആ ഒരു യുദ്ധം അതിൽ നിർത്താൻ വേണ്ടി ഇടപെടുന്നു. മറ്റുള്ള രാജ്യങ്ങളിൽ ഗാസയിൽ ഇടപെടുന്നു. ഇവിടെയെല്ലാം വെടിനിർത്തൽ കൊണ്ടുവരാൻ വേണ്ടി അമേരിക്കയുടെ പേരിലുള്ള മധ്യസ്ഥതയിൽ ഈ രാജ്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ട് അതിൽ ഒരു പുരോഗതി പാലിക്കുന്നു എന്നുള്ള എല്ലാ അമേരിക്കയുടെ ഒരു അവകാശവാദങ്ങൾ തുടരുന്നതിൻ്റെ ഇടയിലാണ് അമേരിക്കയോട് കൂടി ഒരു പിന്തുണയോടുകൂടി അതിൽ കൃത്യമായ ഒരു വിശദീകരണം തരുന്നില്ലെങ്കിലും ഇത് ഇസ്രായേലിന്റെ ഭരണാധികാരിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വ്യക്തമായ ഒരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. കാരണം ഇക്കാര്യം നമ്മൾ ഈ ഒരു പ്രത്യാക്രമണം നടത്തുന്ന കാര്യം വൈറ്റ് ഹൗസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇക്കാര്യത്തിൽ തങ്ങൾ സംഭാഷണം നടത്തി ഇവരെ കൂടി അറിയിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറയുമ്പോൾ എന്താണ് ഈ ഒരു മധ്യസ്ഥ ചർച്ചകൾക്കെല്ലാം എന്താണ് ഒരു പ്രാധാന്യമുള്ളതെന്ന് നമ്മൾ എന്തായാലും സ്വാഭാവികമായി ചിന്തിക്കേണ്ടത്. നേരത്തെ അസീർ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി വരുന്ന സമയങ്ങളിൽ നേരത്തെ ഗാസയിൽ അമേരിക്ക മുന്നിട്ടിറങ്ങി നടത്തിയ ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് എന്തുമാത്രം സാധൂകരിക്കാൻ നമുക്ക് കഴിയും, എന്തെല്ലാം തരത്തിലുള്ള ഇനി വരാനിരിക്കുന്ന സമയങ്ങളിൽ ഇതിന് എന്തുമാത്രം സാധ്യതകളുണ്ട്. എന്തായാലും ഇനിയുള്ള ഘട്ടങ്ങളിൽ പലപ്പോഴും വെടിനിർത്തൽ കാരണം ഹമാസിൽ ഉൾപ്പെടെയുള്ള വെടിനിർത്തൽ കരാർ ഉയർന്നു വരുന്ന സാഹചര്യങ്ങളിൽ എന്തായാലും ഈ ഒരു കരാറെല്ലാം ലംഘിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ ഒരു തലസ്ഥാന കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പോൾ നടത്തിയ വ്യോമാക്രമണം എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് തുടക്കമിടുന്നത് തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. അസീർ.
തീർച്ചയായും പി ജെ അരുൺ, ഈ ആക്രമണത്തിന് തന്നെ ലക്ഷ്യമായി ഇസ്രായേൽ പറയുന്നത് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവന്മാർക്ക് നേരെയുള്ള ആക്രമണം എന്നുള്ളതാണ്. പക്ഷേ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന മറ്റൊരു രാഷ്ട്രത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്കെതിരെ ആ നിലയിൽ ഒരു ആക്രമണം നടത്തുന്നത് സ്വാഭാവികമായും അപലപനീയം തന്നെയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ കൊല്ലപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ വരുമ്പോൾ ഇസ്രായേൽ പറയുന്ന രീതിയിൽ ഹമാസ് അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ. പക്ഷെ അല്പം മുമ്പ് ജമാലും നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 2 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് പലസ്തീൻ മാധ്യമങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ കൊല്ലപ്പെട്ടവർ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക്, അനുമാനത്തിലേക്ക് ഇപ്പോൾ എത്താമല്ലേ? അതെ അസീസ് സാർ, കാരണം ഇതിൽ നേരത്തെ ജമാൽ സൂചിപ്പിച്ച പോലെ തന്നെ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളാണ് ഈ 2 പേരെന്നുള്ളത്. കാരണം നേരത്തെ ഇസ്രായേൽ പറയുന്നുണ്ട്, കാരണം നമ്മൾ കൃത്യമായി ഹമാസ് നേതാക്കളെ തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മരണപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്നത് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ചെയർമാനായിട്ട് സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ഈ ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആൾ ഖലീദ് മെസ്വാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സീനിയർ ഒഫീഷ്യലാണ്. ഈ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല കൈകാര്യം ചെയ്യുന്ന ഒരു സീനിയർ ഒഫീഷ്യലാണ്. മൂന്നാമതായി നമുക്ക് തീർച്ചയായും പറയാൻ കഴിയുന്ന പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരാളുടെ പേരെന്ന് പറഞ്ഞാൽ സഹീർ ജബ്ബാറിൻ എന്ന് പറയുന്നത് ആണ്. ഇദ്ദേഹം ഹമാസിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ സാമ്പത്തിക കാര്യങ്ങളുടെ മേധാവിയായി ചുമതല വയ്ക്കുന്നത്. എന്തായാലും ഈ 3 പേരുടെ മരണം നമുക്ക് എന്തായാലും സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ 35 പേരുടെ മരണം എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന ഒരു പ്രാഥമിക സൂചനയാണ്. എന്തായാലും ഇതിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു മരണസംഖ്യ ഉയരാനാണ് ഒരു സാധ്യത. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവും. കാരണം ഈ നേരത്തെ അസിത സൂചിപ്പിച്ച പോലെ തന്നെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ വരുന്ന ഒരു പ്രവിശ്യയായതുകൊണ്ട് തന്നെ ഈ വ്യോമാക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള നേരത്തെ നമുക്ക് പ്രാഥമികമായി 35 പേരെന്ന് പറയാൻ കഴിയുമെങ്കിലും ഇതിൽ കൂടുതൽ മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അസിത സഹീർ.